ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബീട്രൂട്ട് മെഴുക്കുവരട്ടി. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കളറുള്ള നല്ല ബീട്രൂട്ട് നോക്കി നമ്മൾ തിരഞ്ഞെടുക്കണം. അതിനായിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിയുടെ ആവശ്യമില്ല, ബീട്രൂട്ടിന് ഓൾറെഡി നല്ല കളറുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളിയും ഒരു 4-5 ചെറിയ ഉള്ളിയുമാണ്. അത് കട്ട് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇത് കൂടിയിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അധികം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ബീട്രൂട്ടിൽ നിന്ന് തന്നെയുള്ള വെള്ളം കൊണ്ട് ഇത് നന്നായി വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ബീട്രൂട്ടെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ ബീട്രൂട്ട് മെഴുക്കുവരട്ടി. തോരൻ കഴിക്കാത്ത കുട്ടികളും ഈ രീതിയിൽ ബീട്രൂട്ട് മെഴുക്കുവരട്ടി വെച്ച് കൊടുത്താൽ കഴിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്